അജയ് സുധാ ബിജു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അജയ്, ഇപ്പോൾ ഈ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. പാകിസ്ഥാനൊക്കെ പറയുന്നത് ചർച്ചയിൽ നിന്ന് പിന്മാറരുത്, വെടിനിർത്തൽ കരാർ അസാധുവാക്കരുത് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഇനിയൊരു പ്രതീക്ഷയൊന്നുമില്ല. JD വാൻസ് വളരെ പെട്ടെന്ന് പാകിസ്ഥാനിൽ നിന്ന് മടങ്ങുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാവുകയാണ്. ഒരു തരത്തിലും തങ്ങൾ മുന്നോട്ട് വെച്ച് ഉപാധികൾ അംഗീകരിച്ചില്ല പാകിസ്ഥാൻ എന്നാണ് വാൻസ് വ്യക്തമാക്കുന്നത്. ഇനിയുള്ള അടുത്ത നടപടികൾ, പാകിസ്ഥാനാണല്ലോ ഇതിന് മധ്യസ്ഥ ശ്രമവും മറ്റും നടത്തിയത്, അവരെന്തെങ്കിലും ഇടപെടൽ നടത്തുന്നുണ്ടോ? മറ്റ് രാജ്യങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ഇസ്രായേൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടോ? രഞ്ജിത്ത്, നിലവിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത് അവരുടെ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദറിന്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇരു രാജ്യങ്ങളും, അതായത് അമേരിക്കയാണെങ്കിലും ഇറാനുമാണെങ്കിലും പിന്നോട്ട് പോകരുത് എന്നൊരു അഭ്യർത്ഥനയാണ് അദ്ദേഹം നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഇരു രാജ്യങ്ങളും അമേരിക്കയും ഇറാനും ഇപ്പോഴുള്ള ഇതേ പോസിറ്റീവായിട്ടുള്ള സമീപനം തുടരണം, അതുപോലെ ഇനിയും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പാകിസ്ഥാൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയെ അഭിനന്ദിച്ചുകൊണ്ട് അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും പ്രസ്താവന ഇറക്കിയിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ നന്ദിയും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ മറ്റ് അധികം ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങളൊന്നും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുന്നുണ്ട്. ഓസ്ട്രേലിയ ഇപ്പോൾ ഈ ചർച്ചകളിൽ ഒരു തീരുമാനമാകാതെ പിരിഞ്ഞത് നിരാശാജനകം എന്ന് തന്നെയാണ് ഓസ്ട്രേലിയയുടെ വിദേശകാര്യ വക്താവിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. ഇസ്രായേൽ ഇപ്പോൾ ഈ ചർച്ചകൾക്ക് ശേഷം പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിലടക്കം ഇസ്രായേൽ ഇപ്പോഴും പ്രകോപനം തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇറാൻ ഇപ്പോ ഇസ്രായേലിനെ ശ്വാസം മുട്ടിക്കാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇറാനെയും അതുപോലെ തന്നെ അവരുടെ സഖ്യകക്ഷികളെയും തിരിച്ച് ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ആ വീഡിയോ പോസ്റ്റിൽ വ്യക്തമാക്കിയത്. അദ്ദേഹം അത്തരം ഒരു വീഡിയോ സന്ദേശം മാത്രമല്ല, ഇറാന്റെയും അതുപോലെ തന്നെ ഈ ലെബനന്റെ അതുപോലെ യമൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ എല്ലാം ഒരു മാപ്പ് കൂടി വെച്ച് വിശദീകരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ നിലവിലുള്ള സൈനിക നടപടി, അതുപോലെ ഇനി അത് എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക, ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയായിരുന്നു. ഇതിൽ അദ്ദേഹം, അതായത് ബെഞ്ചമിൻ നെതന്യാഹു എടുത്തു സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ, സൈനിക നടപടികൾ അത് ഇനിയും തുടരും എന്നുള്ളതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രായേൽ ഇനിയൊരു സൈനിക നീക്കം അതിന് മുതിരുമോ, അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിലേക്ക് അവർ കടക്കുന്നത് ആലോചിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നിർണായകമാണ്. അത് എല്ലാവരും ഒരു ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യവുമാണ്. കഴിഞ്ഞ ദിവസവും ലെബനനിൽ ഇസ്രായേലിന്റെ വളരെ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിൽ ഏതാണ്ട് 13ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും നമുക്ക് നിലവിൽ ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ ഇറാന് നേരെയുള്ള ആക്രമണങ്ങളെല്ലാം ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ അവർ ആക്രമണത്തിൽ ഇറാന് നേരെയുള്ള സൈനിക നീക്കത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല. ഇപ്പോ ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് തന്നെയാണ് ലോകരാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ ഈ യുദ്ധത്തിലേക്ക് ആകാംക്ഷയോടെ ഉറ്റുനോക്കിപ്പിക്കാൻ ഒരു കാരണമായ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതിലേക്ക് വരാം. ശ്രീ ജോസഫ് ആന്റണി സാർ തുടരുന്നുണ്ട്. ശ്രീ ജോസഫ് ആന്റണി, ഇവിടെ ഇസ്രായേൽ ആദ്യം മുതൽ തന്നെ നമുക്കറിയാം ഏകപക്ഷീയമായാണ് അമേരിക്ക ഒരു വെടിനിർത്തൽ കരാറിലെത്തിയത് എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു ഇസ്രായേൽ. അവർ ലെബനനിലേക്ക് ആക്രമണം തുടർച്ചയായി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലവും മറ്റും ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട്. അത് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചർച്ചകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല സമീപനം ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഈ ആക്രമണം തുടങ്ങിയത് അമേരിക്കയും ഇസ്രായേലും രണ്ട് രാഷ്ട്രങ്ങൾ ചേർന്നാണ്. പക്ഷേ ഒരു രാഷ്ട്രം മാത്രം അത്തരത്തിൽ കരാറിലേക്ക് പോകുന്നു എന്നുള്ളതിലും ഒരു അസ്വാഭാവികത ഉണ്ടല്ലോ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെയുള്ള പല കാര്യങ്ങളിലും ഇറാൻ സമ്മതിക്കാതിരിക്കുന്ന പശ്ചാത്തലവും ഒപ്പം ഇറാന്റെ തുടർച്ചയായുള്ള വെല്ലുവിളികളും ഒക്കെ ഇതിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രഞ്ജിത്ത്, ഈ യുദ്ധം തുടങ്ങിയത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്. ഇസ്രായേലാണ് അമേരിക്കയെ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നത്. ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുദ്ധം. നമ്മൾ ഈ ജനാധിപത്യത്തിൽ പറയുന്നത് പോലെ ഈ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടി ഇസ്രായേൽ അമേരിക്കയെ കൂടി കൊണ്ടുവന്ന് നടത്തുന്ന ഒരു യുദ്ധമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിൽ വന്ന് പെട്ടതുകൊണ്ട് ഈ അമേരിക്കയ്ക്കാണ് ഏറ്റവും വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് രാഷ്ട്രീയമായ നഷ്ടം,
അദ്ദേഹത്തിന്റെ ആ രാജ്യത്തിന് സാമ്പത്തികമായ നഷ്ടം, ലോകത്തിനൊട്ടാകെ അതിനുണ്ടായ പ്രതിസന്ധി. ഇത് പിന്നെ ചെറിയ തോതിലൊക്കെ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. കാരണം വെച്ചാല് ഇന്നലെ വിസ്കോൺസിൻ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ഒരു മേയർ തെരഞ്ഞെടുപ്പാണ്. വിസ്കോൺസിൻ എന്ന് പറയുന്ന അമേരിക്കൻ സംസ്ഥാനം റെഡ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാര് എന്ത് ചെയ്താലും അവിടെ നിരന്തരം ജയിക്കുന്ന അവരുടെ കോട്ട എന്ന് പറയുന്ന സ്ഥലമാണ് വിസ്കോൺസിൻ. ആ വിസ്കോൺസിൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കൗണ്ടിയില് ഒരു മേയർ തെരഞ്ഞെടുപ്പ് നടന്ന മേയർ തെരഞ്ഞെടുപ്പ് ഡെമോക്രാറ്റിക് പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയെ തടഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം, അതായത് ജനങ്ങൾ ഈ ട്രംപിന്റെ ഈ ഇത്തരം രാഷ്ട്രീയ നിലപാടുകളാൽ പ്രയാസപ്പെട്ടിരിക്കുന്നു. വളരെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉൽപ്പന്നങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ വില കൂടിയിരിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വില കൂടിയിരിക്കുന്നു. മാഗ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൂവ്മെന്റിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന ആളുകളെല്ലാം പലരും ഇദ്ദേഹത്തിനെതിരായി വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ എന്താണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അവിടുത്തെ മൊസാദ് എന്ന് പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേധാവിയും അമേരിക്കയിൽ വന്ന് ഇദ്ദേഹത്തെ കണ്ട് ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി, ട്രംപിനെ ബോധ്യപ്പെടുത്തി ഒരൊറ്റ ആഴ്ച കൊണ്ട് നമുക്ക് ഇറാന്റെ കാര്യം ശരിയാക്കി കിടക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് യുദ്ധത്തിന് പോയത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല സാർ, അവിടെ ചെലവുകൾ വല്ലാതെ കുതിച്ചുയർന്നത്, അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ വന്നിരുന്നു. അമേരിക്കയ്ക്കുണ്ടായ നഷ്ടങ്ങൾ എന്താണ്, ചില ആളുകൾ, ചില ഭടന്മാർ, അവരുടെ പോരാളികളായ ചില സേനാ വിഭാഗങ്ങളിലുള്ളവരെ നഷ്ടപ്പെടുന്നു. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പെട്ട ഒരു പൈലറ്റിനെ രക്ഷിക്കാനായി എടുത്ത ചരിത്രപരമായ ദൗത്യങ്ങൾ. അങ്ങനെ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടിയാണ് സാർ പറഞ്ഞതുപോലെ യുദ്ധത്തിന് ഇറങ്ങിയതെങ്കിൽ വലിയ നഷ്ടമുണ്ടായിരിക്കുന്ന അമേരിക്കയാണ്. ട്രംപിന്റെ ജനപ്രീതി വല്ലാതെ ഇടിഞ്ഞുവെന്ന് പല സർവേകളും വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. വലിയ തോതിലുള്ള പണച്ചെലവും അമേരിക്കയ്ക്ക് ഇതിനകം സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം $1 ബില്യൺ. ഇപ്പൊ 40 ദിവസത്തെ യുദ്ധം നടത്തി ചിലർ പറയുന്നത് $2 ബില്യൺ ചെലവഴിക്കേണ്ടി വരുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് $1 ബില്യൺ വെച്ചാൽ പോലും $40 ബില്യൺ ഇതിനകം യുദ്ധത്തിന് ചെലവാക്കപ്പെട്ടു കഴിഞ്ഞു. വളരെയധികം വിലയുള്ള വിമാനങ്ങൾ, അതായത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ വിയറ്റ്നാം വാറിന് ശേഷം ഒറ്റ ദിവസം തന്നെ 1-ൽ കൂടുതൽ വിമാനം അമേരിക്കൻ സേനയ്ക്ക് നഷ്ടപ്പെടുന്ന ദിവസമായി ഈ കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷൻ മാറിയെന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ വളരെ വലിയ നഷ്ടം, 13ഓളം പട്ടാളക്കാര് കൊല്ലപ്പെടുന്നു, ഇത്രയധികം വിമാനങ്ങൾ നഷ്ടപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ള വലിയ നഷ്ടം, സാമ്പത്തിക നഷ്ടം, രാഷ്ട്രീയ നഷ്ടം, ജനപ്രീതിയിലുള്ള ഇടിവ്, ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പറയുന്നുണ്ട്, നമുക്ക് മിഡ് ടേം ഇലക്ഷൻ വരികയാണ്, നവംബർ മാസം മിഡ് ടേം ഇലക്ഷൻ വരുന്നു. മിഡ് ടേം ഇലക്ഷൻ വരുമ്പോൾ 3-1 സെനറ്റർമാരും 3-1 ഗവർണർമാരും തെരഞ്ഞെടുപ്പിന് നേരിടണം. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, അമേരിക്കയിലെ പാർലമെന്റിന്റെ അധോസഭയായിട്ടുള്ള ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന് നേരിടണം. ഈ 2 സഭകളിലും ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുണ്ട്. എന്നാൽ ഈ ഈ നിലപാട് ഇത് തുടർന്നു പോയി കഴിഞ്ഞാൽ, അതായത് ഞാനൊരു യുദ്ധങ്ങളിലും പോവില്ല, ഞാൻ വിലക്കയറ്റം ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നയാള് വിലക്കയറ്റം സൃഷ്ടിച്ചു, യുദ്ധങ്ങൾക്ക് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ പിന്തുണച്ച ആളുകൾക്ക് വളരെയധികം ശത്രുത ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മിഡ് ടേം ഇലക്ഷനിൽ ഈ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ രഞ്ജിത്തിന് അറിയാം എനിക്ക് തോന്നുന്നു. നമുക്കറിയാം 2 തവണയാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് മത്സരിക്കാൻ കഴിയുക, 2 തവണ പ്രസിഡന്റ് ആകാൻ കഴിയുക. 2ാമത്തെ തവണ പ്രസിഡന്റ് ആകുമ്പോൾ ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷത എന്ന് പറയുന്നത്, 2ാമത്തെ തവണ പ്രസിഡന്റ് ആവുന്ന ആള് ഈ മിഡ് ടേം ഇലക്ഷനിൽ അയാളുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം പാർലമെന്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രസിഡന്റിനെ പിന്നെ ലേം ഡക്ക് പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് മുടന്തൻ താറാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൂചനയുടെ അർത്ഥം അദ്ദേഹത്തിന് വലുതായിട്ട് പിന്നൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അത് ഈ പുറത്തേക്ക് പോകാൻ തയ്യാറായിട്ടിരിക്കുന്ന എല്ലാ പിന്തുണയും നഷ്ടപ്പെട്ട ഒരു പ്രസിഡന്റായി മാറുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ലേം ഡക്ക് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ അമേരിക്കൻ രാഷ്ട്രീയം ട്രംപിന്റെ 2ാമത്തെ ഭാഗം, അതായത് ആദ്യത്തെ 2 വർഷം കഴിഞ്ഞുള്ള ബാക്കിയുള്ള 2 വർഷം അങ്ങനെ പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് കൊണ്ടാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു നിലപാടിൽ നിന്ന് മാറണം. അപ്പൊ അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ പ്രപ്പോസലുകൾ വന്നപ്പോൾ, അതായത് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ, പാകിസ്ഥാന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പാകിസ്ഥാൻ പെട്ടെന്ന് ഇറങ്ങി പുറപ്പെട്ടതല്ല. ഇതിന്റെ പിന്നിൽ ചൈനയുണ്ട്, റഷ്യയുണ്ട്. ചൈനയുടെ അതിശക്തമായ പിന്തുണയോട് കൂടിയിട്ടാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റ് പോലും ചൈനയുടെ ഈ മധ്യസ്ഥത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാനെ ഇറക്കിയതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് കളിക്കുന്നത് ചൈനയും റഷ്യയുമാണ് എന്നുകൂടി മനസ്സിലാക്കണം. ചൈനയുടെ ശക്തമായ പിന്തുണയോട് കൂടിയിട്ടാണ് പാകിസ്ഥാൻ വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു സമാധാന ചർച്ചയിലേക്കും സമവായ ചർച്ചയിലേക്കും പോയത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മാസം അവസാനം അല്ലെങ്കിൽ മെയ് മാസം ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിലേക്ക് സന്ദർശനം നടത്താൻ പോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചൈനയെ ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന സ്ഥലമാണ് ഇറാൻ. അതുപോലെ തന്നെ റഷ്യനെ പിന്തുണയ്ക്കുന്നുണ്ട്, ചൈന പിന്തുണയ്ക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. യുദ്ധം നടന്നപ്പോ
ഈ ഖത്തറിലെ റാസ് ലഫാൻ എന്ന് പറയുന്ന ഈ ഗ്യാസ് കേന്ദ്രത്തിന് നേരെ ഈ ഇറാൻ ആക്രമണം നടത്തി. ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഏറ്റവും നാശനഷ്ടം ഉണ്ടായത് എവിടെയെന്നറിയാമോ? എക്സോൺ മൊബൈൽ, അമേരിക്കൻ എണ്ണ കമ്പനിയുടെ 2 പ്രധാനപ്പെട്ട പൈപ്പ് ലൈനുകളെയാ തകർത്തത്. എങ്ങനെയാ തകർത്തതെന്നറിയാമോ? റഷ്യയും ചൈനയും കൊടുത്ത കൃത്യമായ മിലിറ്ററി ഇന്റലിജൻസിന്റെ വിവരം അനുസരിച്ചാണ് അവിടെ വളരെ കൃത്യമായി ആക്രമണം നടത്തിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്നില്ല, റഷ്യയും ചൈനയുടെയും സാന്നിധ്യം നമ്മൾ പുറമേ കാണുന്നില്ലെങ്കിലും ആയുധം കൊടുക്കുന്നുണ്ട്, സാമ്പത്തികം കൊടുക്കുന്നുണ്ട്, രാഷ്ട്രീയമായ പിന്തുണ കൊടുക്കുന്നുണ്ട്, ഈ മിലിറ്ററി ഇന്റലിജൻസ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഇറാൻ ഈ പറഞ്ഞ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെല്ലാം ആക്രമണം നടത്തി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ എല്ലാ അമേരിക്കൻ കേന്ദ്രങ്ങൾ, എല്ലാ സൈനിക കേന്ദ്രങ്ങൾക്കും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിലൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞ ഈ സംഭവ വികാസങ്ങൾ ഇങ്ങനെ പോയാൽ പാടില്ല. അമേരിക്കയ്ക്ക് എത്രയും പെട്ടെന്ന് പിന്മാറണം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഞാൻ വിജയിച്ചു എന്ന് ട്രംപ് നിരന്തരം പറയുന്നുണ്ട്. എവിടാ വിജയിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഫെബ്രുവരി മാസം 28-ന് മുമ്പ് തുറന്നു കിടന്നിരുന്നതാണ് ഈ ഹോർമുസ് കടലിടുക്ക്. ആ ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു ഫീസുമില്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാമായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പൊ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതാണ്, ഞങ്ങൾക്ക് ഫീസ് പിരിക്കാനുള്ള അനുവാദം തരണം. ഒരു പരിധിവരെ ഈ ഒരു 50% അനുകൂലമാണ് ട്രംപിന് ആ ഒരു നിർദ്ദേശത്തോട്. എന്ന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ഫെബ്രുവരി മാസം 26-ാം തീയതി ഒമാന്റെ വിദേശകാര്യമന്ത്രി പിന്നെന്താണ് ഈ ചർച്ച നടത്തിയല്ലോ, അമേരിക്കയുടെയും ഇറാന്റെയും പ്രതികളുമായിട്ട് ചർച്ച നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇറാൻ 2-3 കാര്യങ്ങൾ അംഗീകരിച്ചു. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ഇടയ്ക്ക് ഫ്രീസ് ആവുന്നതാണ്, പറഞ്ഞോളൂ. ഇറാന്റെ പിന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാര് ഞങ്ങൾ എല്ലാ ആണവ കേന്ദ്രങ്ങളിലും ഞങ്ങൾ പ്രവേശിക്കും, ഞങ്ങൾ അതിന് ആണവായുധം ഉണ്ടാക്കുന്നതിനായിട്ട് സ്റ്റോക്ക് പൈൽ ഞങ്ങൾ ശേഖരിക്കില്ല. ഈ 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇറാൻ പിന്നെ ഒമാന്റെ വിദേശകാര്യ മന്ത്രിയുടെ മുമ്പിൽ വെച്ചു. അങ്ങനെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഈ നിർദ്ദേശങ്ങൾ വെച്ചതിനേക്കാൾ എത്രയോ മനോഹരമായ നിർദ്ദേശമാണെന്ന് പറയാൻ ഈ ഒമാൻ വിദേശകാര്യ മന്ത്രിയുടെ മുമ്പിൽ ഈ ഇറാൻ വെച്ചത്. എന്നിട്ട് അതൊന്നും പോരാതെ അതായത് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ ഇസ്രായേലിന്റെ നിർബന്ധപ്രകാരം അമേരിക്ക ആക്രമണത്തിനിറങ്ങിയത് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കാനാണ്. ഈ ഇറാൻ ആണവ കരാറും ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും അല്ലെങ്കിൽ ആക്സിസ് അവരുടെ ഈ ഹമാസ്, ഹൂദീസ്, ഹെസ്ബുള്ള എന്ന് പറയുന്ന ആളുകളുടെ സഹായിക്കലൊക്കെ ഒരു പുകമറയാണ്. എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഷിയാകളുണ്ട്, സുന്നികളുണ്ട്, പിന്നെ എന്താണ് കുർദുകളുണ്ട്, ബലൂച്ചികളുണ്ട്. ഇങ്ങനെ പ്രത്യസ്തങ്ങളായിട്ടുള്ള 3-4, അതായത് ഏറ്റവും കൂടുതൽ 90% ഷിയാകളാണെങ്കിലും ബാക്കിയുള്ള വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളെല്ലാം ആയുധം അണിയിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഏതെങ്കിലും 4 കഷ്ണങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഇസ്രായേലിന് ഒരു കാരണവശാലും ഇനിയൊരു കാലത്തും ഇറാൻ ഒരു വെല്ലുവിളിയാകരുത് എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേല് അമേരിക്കയെ കൂടി യുദ്ധത്തിൽ ഇറക്കിയത്. ആ ലക്ഷ്യം അവർക്ക് സാധിക്കാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, നേരത്തെ നമുക്കറിയാം ഇദ്ദേഹം ഈ അലി ഖമനൈ എന്ന് പറയുന്നയാള്, അവിടെ 2 വിഭാഗങ്ങളുണ്ട് ഇറാൻ ഭരണത്തിൽ. ഒന്നെന്ന് പറയുന്ന IRGCയുടെ വിഭാഗത്തിലുള്ള തീവ്രവാദ നിലപാടുകളുടെ ഭാഗം, മറ്റൊന്ന് ഈ പെസഷ്ക്യാൻ എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു കുറച്ചുകൂടെ മയമുള്ള നിലപാട് സ്വീകരിക്കുന്ന ഈ 2 നിലപാടുകളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോയിരുന്ന വ്യക്തിയാണ് വാസ്തവത്തിൽ അലി ഖമനൈ. അദ്ദേഹത്തെ വധിച്ചോട് കൂടിയിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ മകൻ കുറച്ചുകൂടെ തീവ്രവാദ IRGCയോടൊപ്പം നിൽക്കുന്ന തീവ്രവാദ നിലപാടുകാരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്താണോ ആക്രമണത്തിലൂടെ ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിച്ചത് അത് നടന്നില്ലെന്ന് മാത്രമല്ല, അതിനെല്ലാം വിരുദ്ധമായി ഇറാൻ കൂടുതൽ ശക്തിപ്പെടുന്ന ഇൻ ദ സെൻസ് അവരുടെ തീവ്രവാദപരമായ നിലപാടുകൾ, അവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തരമായ വിഭജനങ്ങൾ കുറച്ചുകൂടി ഒഴിവാകുന്നു, കുറച്ചുകൂടെ ഭരണത്തോടൊപ്പം നിൽക്കാൻ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള തരത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം കൂടുതൽ അപകടകാരിയായിട്ടുള്ള രാജ്യമായി ഈ മേഖലയിൽ മാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ചർച്ചയിൽ വാസ്തവത്തിൽ ഇസ്രായേൽ കൂടി പങ്കെടുക്കേണ്ടതല്ലേ. ഇസ്രായേൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ ആ ചർച്ച പൂർണ്ണമാവില്ല വാസ്തവത്തിൽ. പക്ഷെ ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലാണ് ചർച്ച നടക്കുന്നത്. അതിനോട് ഇസ്രായേലിന് ഒട്ടും തന്നെ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, തീർച്ചയായിട്ടും ഈ ഒരു കരാർ ഉണ്ടാക്കിയ പോലും അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന കാര്യം സംശയമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ലെബനനിൽ ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ അവരൊരു വിട്ടുവീഴ്ച ചെയ്തുള്ളൂ, ബെയ്റൂട്ടിൽ ആക്രമണം നടത്തില്ല. പക്ഷേ തെക്കൻ ലെബനനിൽ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജോസഫ് ആന്റണിയാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വിശകലനം നടത്തിയത്. അജയ് സുധാ ബിജു തുടരുന്നുണ്ട്. ഇതിനിടയിൽ അജയ്, ഈ യുദ്ധത്തിലെന്നതുപോലെ ചർച്ചകളിലും അമേരിക്ക കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നാണ് ഇപ്പോൾ ഇറാൻ ആരോപിക്കുന്നത്. അത് വ്യക്തമാവുകയാണ്.
ചർച്ചയാണ്. യുക്തിസഹമായ ഒരു കരാറിന് അമേരിക്ക സമ്മതിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകില്ല എന്ന് ഇറാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറാനും അമേരിക്കയും പല വിഷയങ്ങളിലും ധാരണയിലെത്തിയിട്ടുണ്ടെന്നും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുവെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയായ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞു വെക്കുന്നത്. 40 ദിവസത്തെ യുദ്ധത്തിന് ശേഷമാണ് ഈ ചർച്ചകൾ നടന്നതെന്ന് നമുക്കറിയാം. ഒരു കൂടിക്കാഴ്ച കൊണ്ട് തന്നെ കരാറിലെത്താമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുകയാണ്. അതായത് US വിട്ടുവീഴ്ച ചെയ്യണം നിലപാടുകളിൽ എന്നാണ്. വിട്ടുവീഴ്ച ഒട്ടും ചെയ്യാത്ത പശ്ചാത്തലമാണ് ഈ ചർച്ചകളെ മുടന്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മറ്റൊരു വിവരം പുറത്തു വരുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടതോ ട്രംപിന്റെ നീക്കമാണ് നീ കാത്തിരിക്കേണ്ടത്. അങ്ങനെ ഈ ഏകപക്ഷീയമായ ഒരു ചർച്ചയായി ഇറാൻ ഇതിനെ കാണുന്നത് വളരെ പ്രധാനമാണല്ലോ അജയ്. രഞ്ജിത്ത്, നമ്മൾ ഈ ചർച്ചകൾ ഇസ്ലാമാബാദിൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇറാന്റെയും ഈ ചർച്ചകൾക്ക് മുന്നോടിയായി അവർ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ നമ്മൾ പരിശോധിച്ചതാണ്. അപ്പോൾ അതിൽ തന്നെ പരസ്പര വൈരുദ്ധ്യങ്ങളായ നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ആണവോർജ്ജം സംബന്ധിച്ചുള്ള വിഷയം തന്നെയാണ്. ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇറാന്റെ ആണവ അവകാശങ്ങൾ അത് അമേരിക്കയും മറ്റ് ലോകരാഷ്ട്രങ്ങളും അംഗീകരിക്കണം എന്നുള്ളതാണ്. അതായത് അതിലവർ എടുത്തു പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കണം എന്നതാണ്. പക്ഷേ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന 15 നിർദ്ദേശങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഇറാന്റെ ആണവോർജ്ജങ്ങൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം അത് പരിമിതിപ്പെടുത്തണം എന്നുള്ളതാണ്. അതുപോലെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇറാൻ അന്താരാഷ്ട്ര ആണവ പരിശോധനകൾക്ക് വിധേയമാകണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം 21 മണിക്കൂർ നീണ്ടുനിന്ന മാരത്തോൺ ചർച്ചയിലും ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഇപ്പോൾ ഹോർമുസിന്റെ വിഷയത്തിലാണെങ്കിലും ഇറാന്റെ നിലപാടിനോട് അധികം ഒരു വ്യത്യസ്തമല്ലാത്ത നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത്. അതിന്റെ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. കാര്യം ഹോർമുസിൽ എന്ത് തന്നെ സംഭവിച്ചാലും അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ നഷ്ടവുമില്ല. കാരണം അമേരിക്ക അതുവഴി വ്യാപാരം നടത്തുന്നില്ല. അതുവഴി വ്യാപാരം നടത്തുന്നത് ഏഷ്യൻ രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഹോർമുസിന്റെ വിഷയത്തിൽ അവർ നിലപാടെടുക്കണം എന്നതാണ് ട്രംപ് പറയുന്നത്. ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിലൂടെ അതുപോലെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചപ്പോഴൊക്കെ വ്യക്തമാക്കിയത് ഈ മറ്റ് രാജ്യങ്ങൾക്ക് ഇറാനോട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഹോർമുസിന്റെ വിഷയം മാത്രമാണ് നിലവിൽ ഞങ്ങൾക്ക് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നതാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഹോർമുസിന്റെ കാര്യത്തിൽ നിലവിൽ അങ്ങനെ വലിയ കടുംപിടുത്തങ്ങൾക്ക് അമേരിക്ക നിൽക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ആണവ ആയുധത്തിന്റെ കാര്യം അത് ഒരിക്കലും അമേരിക്കയെ മാത്രമല്ല ഇസ്രായേലിനെ കൂടി ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇറാന്റെ ഭാഗത്ത് നിന്നും ഇറാനിൽ ഒരു ആണവായുധം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇസ്രായേലിനും വലിയ ഒരു ഭീഷണി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീഡിയോ സന്ദേശം വന്നപ്പോഴും അതിലും ബെഞ്ചമിൻ നെതന്യാഹു എടുത്തു പറഞ്ഞത് ഇറാനെ ഇനി ആണവായുധം നിർമ്മിക്കാൻ സാധിക്കാത്ത രീതിയിലാക്കും എന്ന ഒരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ഇപ്പോ നിലവിൽ US-ന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാടും അത് തന്നെയാണ്. ഇറാൻ ഒരിക്കലും ദീർഘദൂര മിസൈലുകൾ ഉണ്ടാക്കാൻ പാടില്ല. ഇറാൻ ഒരിക്കലും ഒരു ആണവായുധം അത് ഡെവലപ്പ് ചെയ്യാനും പാടില്ല. അതുകൊണ്ട് ആണവായുധം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ അത്രയും തോതിലുള്ള യുറേനിയം ഒരിക്കലും ഇറാന്റെ കയ്യിൽ ഉണ്ടാകരുത് എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തക്ക നിയന്ത്രണം കൊണ്ടുവരിക, ഈ ഒരു ആവശ്യത്തിലൂന്നിയാണ് അമേരിക്കയുടെ ചർച്ചകൾ. ഇപ്പോൾ ഇന്ന് രാവിലെ JD വാൻസ് ഈ ചർച്ചകൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചപ്പോഴാണെങ്കിലും അദ്ദേഹം അധികം കാര്യങ്ങൾ വിട്ടു പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് നിലവിൽ നമുക്ക് കടക്കാനാകില്ല എന്നാണ്. ഇനിയിപ്പോ ട്രംപിന്റെ നീക്കം എന്താണ്, അമേരിക്കയുടെ നീക്കം എന്താണ്, ഒപ്പം ഇസ്രായേൽ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു വിവരം പുറത്തു വരുന്നത് പാകിസ്ഥാനിൽ നടന്ന US ഇറാൻ ചർച്ചകൾ ധാരണയാകാതെ അവസാനിച്ചതിന് പിന്നാലെ ഇറാനെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ സൂചനയായി പുറത്തു വരുന്നത്. അതായത് ഇറാൻ്റെ നമുക്കറിയാം ഏറ്റവും അധികം എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. ഈ ഇറാൻ വഴങ്ങുന്നില്ലെങ്കിൽ
ആയുധം നാവിക ഉപരോധമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. യു എസിന്റെ അന്തിമ നിർദ്ദേശം ഇറാൻ നിരസിക്കുകയാണെങ്കിൽ എണ്ണ കയറ്റുമതി തടയും എന്നുള്ള മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണ് ട്രംപ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്ക അത്തരം ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഉപരോധ നീക്കത്തിൽ വലിയ സൈനിക നടപടികളിലൂടെ പ്രസിഡന്റ് ട്രംപ് വെനസ്വേലയുടെ ഏകാധിപതി നിക്കോളാസ് മഡൂറോയെ, നമുക്കറിയാം എങ്ങനെയാണ് നിക്കോളാസ് മഡൂറോയെ ഇല്ലാതാക്കിയതെന്നും മഡൂറോയെ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചുകൊണ്ടുവന്ന് വിത്തിൻ അവേഴ്സ് അമേരിക്കയിൽ എത്തിക്കുകയും ഇപ്പോൾ മഡൂറോ അവിടെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് വെനസ്വേല പൂർണ്ണമായി ഇപ്പോൾ അമേരിക്കയുടെ സ്വാധീനത്തിലും നിയന്ത്രണത്തിലുമാണ്. അവിടുത്തെ എണ്ണയിലൊക്കെ ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ താല്പര്യവും കണ്ണുകളും നിയന്ത്രണവുമുണ്ട്. അങ്ങനെ വെനസ്വേല എന്ന രാജ്യത്തിൻ്റെ പുതിയ ഭരണകൂടം ഇപ്പോൾ ട്രംപിനൊപ്പം അമേരിക്കയ്ക്ക് നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. സമാനമായ ഭീഷണിയാണ് ഇപ്പോൾ ഇറാനെതിരെയും ട്രംപ് ഉയർത്തുന്നത്. നമുക്കറിയാം ഇതിന് മുൻപും ഇത്തരം ചില കാര്യങ്ങളൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. അവിടുത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കും, അവരെ തീർക്കും, അവരുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ധാരണയ്ക്കും ഞങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് പറയുകയാണ്. വെനസ്വേലയുടെ സാമ്പത്തിക രംഗം, സാമ്പത്തിക ഭദ്രത എങ്ങനെ തകർത്തോ ആ തരത്തിൽ എണ്ണയ്ക്ക് കയറ്റുമതിക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് എണ്ണ വരുമാനത്തെ ഇല്ലാതായിക്കൊണ്ടുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് അതിനിർണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്, അതൊരു വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു പുതിയ അടവാണ് ട്രംപിൻ്റേത്. അതായത് ഇറാന് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ഉപരോധങ്ങളുണ്ട്. അതിനൊപ്പം പൂർണ്ണമായും അവരുടെ എണ്ണ കയറ്റുമതി നിരോധിക്കുകയും സാങ്ഷൻസ് ഏർപ്പെടുത്തുകയും ചെയ്താൽ അത് ആ രാജ്യത്തിൻ്റെ അടിത്തറ തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരു പുതിയ നിലപാടായി ട്രംപ് മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിലൂടെ അമേരിക്ക ഇപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാര്യം ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നിലവിലൊരു ആഗോള എണ്ണ പ്രതിസന്ധി വന്നപ്പോൾ അമേരിക്ക തന്നെയാണ് ഇറാന്റെ ഒരു ഓയിൽ റിസോഴ്സസിന് മേലുണ്ടായിരുന്ന ഉപരോധം പിൻവലിക്കുന്നത്. ഈ സമുദ്രത്തിൽ തന്നെ ഏതാണ്ട് 140 മില്യൺ ഇറാനിയൻ എണ്ണ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവയെല്ലാം റിലീസ് ചെയ്യുന്ന ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതനുസരിച്ചുകൊണ്ട് വർഷങ്ങൾ ശേഷം ഇന്ത്യയിൽ ഉൾപ്പെടെ ഇറാനിയൻ ക്രൂഡ് ഓയിൽ ആണെങ്കിലും ഇറാനിൽ നിന്നുള്ള LPG ആണെങ്കിലും എത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ചർച്ചകൾ അങ്ങനെ ഫലവത്താകാതെ പോകുന്നത് കാരണം തന്നെയാണ് ട്രംപ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ സമുദ്ര ഉപരോധം അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആലോചനകൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇതിന്റെ ഭാവി എത്രമാത്രമാണ് എന്ന് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ പ്രവചിക്കാനാകില്ല. കാരണം ഇപ്പോൾ കൂടുതൽ ഏഷ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് അതുപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഇവയൊന്നും തന്നെ അങ്ങനെ അധികം ഇപ്പോൾ അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം ഈ ഇറാനിയൻ എണ്ണ വാങ്ങിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത് കാരണമാണ് ഇപ്പോൾ ഈ സമുദ്രത്തിൽ മുൻപ് നിന്നിരുന്ന ഈ ഇറാനിയൻ എണ്ണ അത് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തുകയും അതിന്റെ വ്യാപാരം താൽക്കാലികമായെങ്കിലും പുനരാരംഭിക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ ഹോർമുസിൽ നിന്നുള്ള ഈ എണ്ണ ഗതാഗതം നിലച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇറാനിയൻ എണ്ണ കൂടി അമേരിക്ക ഉപരോധിക്കുകയാണെങ്കിൽ ഇനി ആഗോള എണ്ണ വിതരണത്തെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്ക ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റഷ്യക്ക് മേലുണ്ടായിരുന്ന ഉപരോധം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിരവധി ഏഷ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും റഷ്യൻ എണ്ണ വാങ്ങാം എന്നുള്ള ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പഴയതുപോലെ എണ്ണ വിതരണം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിലൂടെ റഷ്യ വലിയൊരു കച്ചവട സാധ്യത കാണുന്നുമുണ്ട്. പക്ഷേ ഈ ഒരു റഷ്യൻ എണ്ണ കൊണ്ട് ആഗോള എണ്ണ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെയാണ് അമേരിക്കയുടെ എണ്ണ മാർക്കറ്റും അതുപോലെ തന്നെ വെനസ്വേലയുടെ ഇപ്പോൾ പുതുതായി തുറന്നു കിട്ടിയ വെനസ്വേല എന്ന് പറയുന്ന ഒരു വലിയ എണ്ണ മാർക്കറ്റും അതെടുത്ത് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ കൂടുതൽ ഏഷ്യൻ രാജ്യങ്ങൾ ഈ അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങാൻ തയ്യാറാകണം എന്നതാണ് ട്രംപിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. പക്ഷേ താരതമ്യേന വില കൂടിയ ഈ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചുകൊണ്ട് ഈ സ്വയം ഒരു നഷ്ടം വരുത്തി വെക്കാനുള്ള ഒരു നീക്കം അത് ഏഷ്യൻ രാജ്യങ്ങൾ നടത്തുമോ എന്നുള്ളത് വലിയൊരു സംശയമാണ്. ട്രംപ് പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു ആഗോള സമാധാനത്തിന് വേണ്ടി നിലവിലുണ്ടാകുന്ന ചെറിയൊരു നഷ്ടം എല്ലാവരും സഹിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊരു നിലപാടിലാണ് ട്രംപ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ചർച്ചകൾ അലസിപ്പിരിഞ്ഞതിന്റെ വലിയൊരു പ്രതിഫലനം ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ മാർക്കറ്റ് റീഓപ്പൺ ചെയ്യുമ്പോൾ പല ഏഷ്യൻ രാജ്യങ്ങളിലും ഇതിന്റെ വലിയൊരു പ്രതിഫലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഈ ചർച്ചകളിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് 17% ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞ് $93, $94 ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിയിരുന്നു. ഇപ്പോൾ
ഈ ചർച്ച പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ നാളെ മാർക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ ഈ ക്രൂഡ് ഓയിലിന്റെ വില അത് എങ്ങനെയായിരിക്കും ഉയരാൻ പോകുന്നത് എന്നുള്ളതും ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു ആശങ്കയുണ്ടാക്കുന്ന തീർച്ചയായും അത് അതിലേക്ക് വരണം. കാരണം നേരത്തെ അജയ് പറഞ്ഞതുപോലെ ഇവരുടെ ഓയിൽ കയറ്റുമതി അടക്കം കൂടുതലായി ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും അത് പൂർണ്ണമായും അവസാനിപ്പിക്കാനും ഒക്കെയായി ട്രംപ് തുനിയുകയും ശ്രമിക്കുകയും മറ്റും ചെയ്താൽ അത് ആ രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുന്നതിന് സമാനമാകും. ഇപ്പോൾ ഈ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ എണ്ണ കയറ്റുമതിക്കുള്ള സാധ്യത ഇറാന് സാധ്യമായി വരുന്നുണ്ട്. കാരണം ഹോർമുസിലും മറ്റും എണ്ണ കയറ്റി കിടന്ന അവരുടെ പല കപ്പലുകളും ഹോർമുസ് കടന്ന് മറ്റു രാജ്യങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ അവിടെ എത്തി എണ്ണ വിതരണം ചെയ്യുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. എണ്ണ വരുമാനവുമായി ബന്ധപ്പെട്ടൊരു കുതിച്ചുകയറ്റം ഇറാന് സംഭവിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ഉണ്ടായേക്കാം. കാരണം അത്ര കലിപ്പിലാണ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെടുന്നു. JD വാൻസ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് തിരിച്ചു മടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അമേരിക്കയ്ക്ക് എതിരെ വീണ്ടും ഇറാന്റെ ഭീഷണി അടക്കം സംഭവിക്കുന്നുണ്ട്. ഞങ്ങളെ അങ്ങനെ തൊടാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യം ഒരുങ്ങുന്നു. നിങ്ങൾ കുറച്ചുകൂടി കടുപിടുത്തം കുറയ്ക്കണം എന്ന് ഇറാൻ ആവശ്യപ്പെടുന്ന സാഹചര്യമൊക്കെ വരുന്നു. അവിടെയാണ് വീണ്ടും ഒരു സാങ്ഷൻ കടുപ്പിക്കുന്നതിലേക്ക് ഇറാൻ പോകുന്നത്, അമേരിക്ക പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.